ചേർന്നോളാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഞാൻ പോകാതിരിക്കുന്നത് നിനക്കൊക്കെ വേണ്ടിയാണെന്നും ഒരുപാട് കളിച്ചാൽ ഞാനങ്ങ് പോകുമെന്നും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരട്ടും. പക്ഷെ പോകൂല. ഞങ്ങളുടെ ഒരു ചേടുത്തി ഉണ്ടായിരുന്നു, മറിയാമ്മ എന്നാ പേര്. മറിയാമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മക്കളെ വരട്ട്. ഇടയ്ക്ക് ഈ സഹി ഇടുമ്പോഴൊക്കെ സന്ധ്യയാകുമ്പോൾ മറിയാമ്മ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവേ, യുവന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ അങ്ങ് വിളിച്ചേക്കണേ. ഒരു ദിവസം ജോസൂട്ടി എന്ന് കപ്പ്യാരോട് പറഞ്ഞു, അമ്മച്ചിയെ കൊണ്ട് മടുത്തു, ഇത് സന്ധ്യയാവുമ്പോൾ സ്ഥിരം പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ ആരുടെയും കൂടെയുള്ള ജീവിതം അമ്മച്ചിക്ക് ഇഷ്ടമല്ലാത്ത പോലെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പിള്ളേരൊക്കെ കേട്ട് വിഷമത്തിലായി തുടങ്ങി. കപ്പ്യാര് പറഞ്ഞാൽ ശരിയാക്കി തരാം, സ്വല്പം മേടിച്ചു തന്നാമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ മറിയാമ്മ ഇതുപോലെ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, യുവന്മാരുടെ കൂടെ കിടന്ന് ഞാൻ മടുത്തു, എന്നെ അങ്ങ് വിളിക്കണമേ. ഒരു അശരീരി ഉണ്ടായി. മറിയാമ്മയെ, നിന്നിൽ നാം സംപ്രീതനായിരിക്കുന്നു, നാളത്തെ നിന്റെ അത്താഴം എൻ്റെ കൂടെ ആയിരിക്കും. മറിയാമ്മയൊന്ന് പകച്ചു. മറിയാമ്മ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ അറിയാതെ പറഞ്ഞതാണ്, ഇനി ഒരിക്കലും പറയില്ലേ, പിള്ളേരുടെ കൂടെ ഒരു വർഷമെങ്കിലും ജീവിച്ചിട്ട് മതിയേ. ശരിയല്ല? അപ്പൊ നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ചിലർ ഉടുത്ത വെടിയൊക്കെ അങ്ങോട്ട് ഇറങ്ങും, പോവാണെന്ന് പറയും. അപ്പൊ ഈ മിടുക്കന്മാർ കൊച്ചു പിള്ളേരുണ്ടാവും, അമ്മൂമ്മയുടെ സഞ്ചി തോർത്തും എടുത്തില്ല, ഇതുകൊണ്ട് എടുത്തോളം. അപ്പോഴാണ് ഈ അമ്മൂമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയാം, അസത്തെ, എനിക്കിപ്പോ മനസ്സില്ല എന്ന് പറഞ്ഞ് കയറി ഒരു വരവ്. ശരിയല്ല? എന്ന് പറഞ്ഞ പോലെ ചാടിപ്പോകാവുന്നതൊന്നും അല്ല ഈ സാധനം. ഇതിന് നല്ല കറേജ് വേണം. ലോകത്ത് ഏറ്റവും കൂടുതൽ വീര്യം വേണ്ടത് തെണ്ടി തിന്നാനാണ്. മനസ്സിലായില്ല? ഒരാളുടെ മുമ്പിൽ ചെന്ന് നിന്നൊരു ആഹാരം ചോദിച്ചു വാങ്ങിക്കാനുള്ള മനസ്സ് പാകപ്പെടുത്തി എടുക്കണമെങ്കിൽ ചില്ലറ പഠിപ്പൊന്നും പോരാ. അതുകൊണ്ട് ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കരുത്. മനസ്സിലായില്ല? റിട്ടയർ ആകുമ്പോൾ വല്ല പൈസയൊക്കെ ബാങ്കിലിട്ട് വീടിൻ്റെ അടുത്തൊരു ചെറിയ 1 സെന്റ് ഭൂമിയും അതിനകത്തൊരു കുടിലുമൊക്കെ വെച്ച് കുടീചകനായിട്ട് കൂടിക്കുക, അതൊക്കെ പറ്റും. അതുമൊക്കെ സന്യാസമാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്, അവിടെ ഇരിക്കാം. പക്ഷെ നല്ല ഓജസ്സുള്ള ചെറുപ്പത്തിൽ ബുദ്ധനെ പോലെ ശങ്കരനെ പോലെ ഒക്കെ ഇറങ്ങുക എന്ന് പറയുന്നത് വെറും പിള്ളകളിയല്ല. ആലോചിച്ചേ പോകാവൂ. മാത്രമല്ല, പിന്നെ ദുഃഖം പറയേണ്ടി വരരുത്. ലോകം എന്നെ സ്വീകരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. കണ്ടില്ലേ ക്രിസ്തുമത അച്ഛനെ എത്രയാ ബഹുമാനിക്കുന്നത്? ഇതിങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പരാതി പറഞ്ഞ് നടക്കും. അതിനൊന്നും ഇടയാവരുത്. അർജുനനോട് പറഞ്ഞതിന്റെ സാരവത, അർജുന, പിള്ളകളിയല്ല ഈ സാധനം. കാരണം മനസ്സിൽ വാസനകൾ തത്തിക്കളിക്കുമ്പോൾ ആ വാസനകൾ എങ്ങനെയെല്ലാം രൂപാന്തരപ്പെടുമെന്നറിയണം. മനോവാസനകളുടെ ഉന്മൂലനം കൂടാതെ മനസ്സിന് ജഗദീശ ഉത്സംഗത്തിലേക്ക് യാത്ര ചെയ്യാനാവില്ല. കാരണം വിഷയത്തെ ധ്യാനിക്കുന്നവനെല്ലാം സംഘം ഉണ്ടാവും. ധ്യായതോ വിഷയൻ പുംസഃ സംഗസ്തേഷൂപജായതേ. ഭാഗവതവും ഈ ദിശയിൽ തന്നെ പറയും. സപ്താഹവും കേട്ടിട്ടുണ്ടാവും. വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്ജതേ. നല്ലൊരു പ്രയോഗമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. വിഷയേഷു
വിസജ്ജതേ മാമനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതേ. ഇതാ തമ്മിലുള്ള വ്യത്യാസം. ഭഗവാനെ അനുസ്മരിക്കുന്ന മനസ്സ് ഭഗവതാകാരമായി ഭഗവാനിൽ വിലയം പ്രാപിക്കും. സദാ സർവദാ വാസുദേവ കഥാരുചി ഉണ്ടാവണം. വാസുദേവ സർവമിതം തോന്നണം. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത്തെന്ന് തോന്നണം. അല്ലാതെ ഏതെങ്കിലും വിഷയമെന്ന ശബ്ദത്തിന്റെ തന്നെ അർത്ഥം വിശേഷേണ ബന്ധിക്കുന്നതെന്നാണ്. രാവിലെ ഇരുന്നൊരു കസേരയിലിരുന്ന് കേട്ടു. ഉണ്ണാൻ പോയിട്ട് വന്നപ്പോ ആ കസേരയിൽ വേറൊരാൾ കയറിയിരിക്കുന്നു. സ്വല്പനേരം നോക്കും. അയാൾ നോക്കുന്നില്ലെങ്കിൽ കുറച്ച് വിഷമിക്കും. അയാൾ നോക്കിയാൽ പറയും ഞാൻ അവിടെയായിരുന്നത്. ശരിയല്ല, ശരിയല്ല. ചിലർ തൂവാല വെച്ചിട്ട് പോവും. എന്താ കാര്യം? അതെന്റെയാണ്. ഭഗവത്ഗീത കേൾക്കാൻ വന്നിരുന്നതായാൽ പോലും ആ ഇരിപ്പിടത്തോട് വരെ ബന്ധിക്കും അല്പനേരം ഇരുന്നാൽ. അതുകൊണ്ട് അതിന് വിഷയം എന്ന് പേര്. വിശേഷേണ ബന്ധിക്കുക. വിഷണ്വന്തി വിഷയിണമനുബധ്നന്തി സ്വേന രൂപേണ നിരൂപണീയം കുർവന്തി ഇതി വിഷയാഹ എന്ന് സാഖ്യ കൗമുദീകാരൻ വാചസ്പതി മിശ്രൻ പറയും. എത്ര ഗംഭീരമാ വിഷയം എന്ന് നോക്കണം. ആ വിഷയം തലേ കയറിയാൽ മതി, സംഘം ഉണ്ടാവും. മനുഷ്യന്റെ അധപ്പതനത്തിന്റെ മാനബിന്ദു അതാണ്. ധ്യായതോ വിഷയാൻ പുംസഃ. ഇന്നലെ വരെ നിങ്ങൾ ഈ അമ്മമാരുടെ കഥയെടുത്താല് രാവിലെ വീട്ടിലുള്ളവർക്കൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുത്തു, ഉച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു, 4 മണിക്ക് ഉണ്ടാക്കി കൊടുത്തു. മിക്സിയില്ല, ഗ്രൈൻഡറില്ല, ഫ്രിഡ്ജില്ല, ഫ്രീസറില്ല, മൈക്രോവേവ് ഓവനില്ല, തറ മാർബിളല്ല, ഗ്രാനൈറ്റ് അല്ല, മെഴുകിയ തറ. അതിനിടെ പിള്ളേരുടെ തീട്ടം കോരണം, വെള്ളം ചുമന്നുകൊണ്ട് വരണം, പാത്രം കഴുകണം, അരിയും സാധനമൊക്കെ അരച്ചെടുക്കണം, പച്ചക്കറികൾ പറിച്ചുകൊണ്ട് വരണം പറമ്പിൽ നിന്ന്. ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കി. രാവിലെ എല്ലാവരും കഴിച്ചു പോയി, ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് എല്ലാവരും വരും, അവരെയും കഴിപ്പിച്ചു. 4 മണിക്ക് പിള്ളേർക്ക് വേറെ ഉണ്ടാക്കി കൊടുത്തു. എന്നൊരു ഒന്നും കഴിച്ചില്ല. ഈ കഴിക്കാത്തവളാണ് 100 പറ നെല്ല് മുറ്റത്ത് കിടക്കുന്നത് വാരിയിടുന്നത്. പിള്ളേർ സഹായിക്കാൻ ചെന്നാൽ പറയും മക്കൾ പോയി പഠിച്ചോളാൻ. ഒരു ശ്വാസം മുട്ടലില്ല ഈ പൊടിക്കകത്ത് ജീവിച്ചിട്ട്, തീട്ടത്തിൻ്റെയും മൂത്രത്തിൻ്റെയും ചാണകത്തിൻ്റെയും പൊടിയിൽ ജീവിച്ചിട്ട്. ഒരു വൈറ്റമിനുള്ള ആഹാരമില്ല. ഇത് കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് മറ്റവനെ. രാവിലെ കഴിച്ചിട്ട് പോയവൻ, ഉച്ചയ്ക്ക് കൊണ്ടുപോയി കഴിച്ചവൻ, 4 മണിക്ക് ക്യാൻറ്റീനിൽ നിന്ന് തിന്നവൻ, വൈകുന്നേരം ചിലപ്പം ഗുരുവായൂരൊക്കെ ആയതുകൊണ്ട് അല്പം പൂശി വരുന്നവൻ. ശരിയായിരിക്കുമോ? ശരിയായിരിക്കുമോ? ഇവനെ കാത്തിരിക്കുമ്പോഴാ അയൽവക്കത്തെ സ്ത്രീ വന്ന് തൂമ്പ ചോദിച്ചിട്ടുണ്ട്. അവളോട് പറഞ്ഞെന്താ വെച്ചാൽ, എൻ്റെ കഴുത്തെടുക്കും, നിനക്കറിയാം ഞാൻ എടുത്തു തന്നാൽ. വരുമ്പോ ചോദിച്ചു മേടിച്ചു. നിനക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയത്തില്ലേ? ഉഗ്രശാസനാണെന്നറിയില്ലേ എന്നൊക്കെ അയൽവക്കംകാരിയോട് പറഞ്ഞത്. ഇയാൾ വന്നപ്പോഴേ കഞ്ഞിവെള്ളത്തിൽ പുളിശ്ശേരിയും മാങ്ങാക്കറിയൊക്കെ ഒഴിച്ച്
നേരെ കൊണ്ടുപോയി കുടിക്കാനും കൊടുത്ത് ഷർട്ട് ഊരുന്നതിന് മുമ്പ് പറഞ്ഞു, ഇപ്പൊ കമലാക്ഷി വരും തൂമ്പായി വഹിക്കാൻ, അവളുടെ കണ്ണും കലാശവും ഒക്കെ കൂടെ കാണുമ്പോഴേക്ക് എടുത്താൻ കൊടുത്തേക്കരുത്, കൊടുത്താൽ അതിന്റെ നിറം മാറും. മനസ്സിലായില്ല? നുണയാണോ ഞാൻ പറയുന്നത്? നുണയാണോ പറയുന്നത്? ഇത് കഴിഞ്ഞ് ഇവന് കുളിക്കാൻ ചൂടുവെള്ളമൊക്കെ വെച്ച് കുളിച്ചിട്ട് വന്ന് ആ അടുക്കളയിൽ തന്നെ ഒരു ഇരുമ്പ് വിഞ്ഞാണത്തിൽ കുന്തക്കാലയിലിരുന്ന് ഇവൻ കഞ്ഞി കുടിക്കുമ്പോൾ എത്ര സ്നേഹമധുരമായി കോരിക്കൊടുത്തു. കഴിക്കാത്തവൾ ഇന്ന് നിങ്ങളുടെയൊക്കെ വീട്ടിൽ കറങ്ങുന്ന ഒരു മേശ, ഡൈനിങ് ടേബിൾ, അപ്പുറത്ത് മീൽ സേഫ്, ഇപ്പുറത്ത് മൈക്രോ ഓവൻ, തൊട്ടപ്പുറത്ത് വർക്ക് ഏരിയ. ശരിയല്ല. ഇതിൽ നിന്നൊക്കെ ചുമന്നു കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് ആരോഗ്യമുണ്ടോ എന്ന് ആലോചിച്ചു. ഇൻഹെയിലർ ഇല്ലെങ്കിൽ ശ്വസിക്കാൻ വയ്യ. 1000 സ്ത്രീകളിൽ 6 എണ്ണത്തിന് മാത്രമാണ് ഇന്ത്യയിൽ പ്രസവിക്കാനുള്ള ആരോഗ്യമുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കാണ്. എന്റെ കണക്കല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്ത കണക്കാണ്. നാണക്കേടാണിത്. നിങ്ങളുടെ വിമൻസ് ലിബറേഷനും ബഹളവും ഒക്കെ ഒരുപാട് മീറ്റിംഗ് കൂടി, ഒരുപാട് ആക്ടിവിസ്റ്റുകൾ എഴുതി പിടിപ്പിച്ചു, ഒരുപാട് മാസികാപത്രങ്ങളുണ്ടായി. പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യമില്ല. 50% ഭരിക്കാനും ഇനി കയറി. പക്ഷെ ആരോഗ്യം വേണം. ഇഷ്ടപ്പെടുവോന്നറിയില്ല. പറഞ്ഞു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോന്ന് എനിക്കറിയില്ല. പഴയ കാലത്ത് ആരോഗ്യം സ്ത്രീക്ക് മാത്രമാണ്. ഒരു സ്ത്രീ പുരുഷനെ കയ്യെ പിടിച്ചുകൊണ്ട് ആശുപത്രിയിൽ പോകുന്ന ചിത്രങ്ങളുണ്ട്. ഒരു സ്ത്രീയെ ഒരിക്കലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ചിത്രമില്ല. ഒന്നല്ല 10ഓളം പ്രസവിച്ചത്. ഒരു മുട്ടും തേഞ്ഞില്ല, ഒരു നട്ടെല്ലും തേഞ്ഞില്ല, ഒരു യൂട്രസും ഇറങ്ങി വന്നില്ല, ഒരു സെർവിക്സിലും ഓവറിയിലും യൂട്രസിലും ബ്രസ്റ്റിലും ക്യാൻസർ വന്നില്ല. പ്രസവിച്ച ഒരു കുഞ്ഞും എൻകഫാലൈറ്റിസും ഹൈഡ്രോകഫാലസും മൈക്രോകഫാലസും ആയില്ല, പെറ്റിറ്റ്മാലും ഗ്രാൻഡ്മാലും ആയില്ല. വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീ കുഞ്ഞിനെ വളർത്തിയപ്പോൾ നിങ്ങളിലെ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ നിങ്ങളെ ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി, അധ്യാപികയാക്കി ഒക്കെ വളർത്തിക്കഴിഞ്ഞ് വിവാഹവും കഴിച്ച് വിട്ടുകഴിഞ്ഞ് ആ തള്ളയോട് മുഖത്ത് നോക്കി ചോദിച്ചു, 10 എണ്ണത്തിനെ വളർത്തിയ തള്ളയോട് നിങ്ങൾക്ക് വളർത്താൻ അറിയാവോ തള്ളയെന്ന്? ശരിയല്ല. നിങ്ങൾക്ക് വളർത്താൻ അറിയാവോ? തള്ള മറുപടി പറഞ്ഞില്ല. കാരണം അവർക്ക് അഹങ്കാരം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അഹങ്കാരത്തിൽ ചോദിച്ച ചോദ്യം നിങ്ങൾ നിൽക്കുന്നിടം മറന്നാണ് ചോദിച്ചത്. അയൽവക്കംകാരൻ്റെ വീട്ടുമുറ്റത്ത് പടിക്കമെടുത്ത്, പാത്രം തേച്ച്, വെള്ളം ചുമന്ന്, നിങ്ങൾക്ക് ചോറ് വാരിത്തന്ന്, കഞ്ഞിവെള്ളം കുടിച്ച് വളർന്ന തള്ളയുടെ മുഖത്തേക്ക് നോക്കി അധ്യാപിക ചോദിച്ചു, എഞ്ചിനീയർ ചോദിച്ചു, ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് വളർത്താൻ അറിയാമോ എന്ന്. മറുപടി പറഞ്ഞില്ല. 10 എണ്ണത്തിനെ വളർത്തിയ തള്ള ഒരു മറുപടി പറഞ്ഞില്ല. വിനയപൂർവം കുറച്ച് കഴിഞ്ഞ് മകളോട് പറഞ്ഞു, അറിയില്ല മോളെ, എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ മോളെ, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ മോളെ, നീ പഠിപ്പുള്ളവളല്ലേ, നന്നായി നീ വളർത്തണം കേട്ടോ എന്ന് പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞു. എഞ്ചിനീയർക്കും ഡോക്ടർക്കും ഓട്ടിസമുള്ള കുഞ്ഞുണ്ടായി. തള്ള മറുപടി പറയണോ? തള്ള മറുപടി പറയണോ? ആ കുഞ്ഞ് ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. ആർക്കാണ് വളർത്താൻ അറിയാത്തത്? ഇവളെ വളർത്തിയ തള്ളയ്ക്ക് വളർത്താൻ അറിയില്ല എന്നാണ് ഇവൾ പറഞ്ഞത്. ആ കുഞ്ഞ് രേഖാസാക്ഷ്യമായിരിക്കുന്നു. ഇവക്ക് വളർത്താൻ അറിയാമോ, അവർക്ക് വളർത്താൻ അറിയാമോ എന്ന് പ്രകൃതി തീരുമാനിക്കട്ടെ എന്ന്. ആരുടെ അറിവാണത്? നിർത്തണോ ഞാൻ?
അപ്പൊ അർജുനനോട് കൃഷ്ണൻ ചോദിച്ചപ്പോൾ ധ്യായതോ വിഷയാൻ പുംസഹ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഞാൻ എന്തിനാ ഉദാഹരണം പറഞ്ഞത്? പത്രം വായിച്ചും മാസിക വായിച്ചും കഥകൾ വായിച്ചും ആധുനിക സാഹിത്യം വായിച്ചും വിഷയം ധ്യാനിച്ച നിങ്ങൾ തീരുമാനിച്ചു പുരുഷൻ സ്ത്രീയുടെ ശത്രുവാണ്. പുരുഷന്മാരും തീരുമാനിച്ചു സ്ത്രീ പുരുഷന്റെ ശത്രുവാണ്. സ്ത്രീയും പുരുഷനും പരസ്പര പൂരകമാണെന്ന് നിങ്ങൾ പഠിച്ചില്ല. വിഷയധ്യാനത്തിന്റെ വിനാശം മനസ്സിലായില്ല. എനിക്കത് മാത്രം ആവശ്യം. ഞാനത് പറയാൻ സമർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. ഏത് നിലയിലും നിങ്ങൾക്ക് പരിശോധിക്കാം, എത്ര പേരെ വിളിച്ചുകൂട്ടിയും ചർച്ച ചെയ്യാം. തെറ്റാണെന്ന് തോന്നിയാൽ ഏറ്റവും വൃത്തിശൂന്യമായ ചൂലുമായി വരാം. ഇവിടം തൂത്തുവരാനല്ല, എൻ്റെ മുഖത്തടിക്കാൻ. ചരിത്രത്തിന്റെ ഗതീയതയിൽ വിഷയത്തെ ധ്യാനിച്ചു പുരുഷനും സ്ത്രീയും. ഇന്നലെ സ്ത്രീ പുരുഷന് വേണ്ടി ജീവിച്ചു, പുരുഷൻ സ്ത്രീക്ക് വേണ്ടി ജീവിച്ചു. സ്ത്രീയും പുരുഷനും രണ്ടായിരുന്നില്ല. പുറത്ത് ഭരിക്കാൻ പുരുഷൻ പോയെങ്കിൽ, ജോലി ചെയ്യാൻ പുരുഷൻ പോയെങ്കിൽ, വിനയാന്വിതനായ അവൻ നിലനിൽക്കുന്നത് ഒരു സ്ത്രീയുടെ പ്രചോദനത്തിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തിരിച്ചു സ്നേഹം കൊടുത്തു. താൻ ഉണ്ടായതൊരു സ്ത്രീയിൽ നിന്നാണെന്നും സ്ത്രീ സർവോത്തമമാണെന്നും അവൻ അംഗീകരിച്ചു. നിങ്ങളുടെ സാഹിത്യം അത് പഠിപ്പിച്ചില്ല. നിങ്ങളുടെ പുത്തൻ അച്ഛനമ്മമാർക്ക് വിദ്യാഭ്യാസം വന്നപ്പോൾ അതവർ പഠിപ്പിച്ചില്ല. പുത്തൻ സ്ത്രീകൾ മക്കളോട് പറഞ്ഞു പുരുഷന് മാത്രം ജോലിയായാൽ അവൻ ഭരിക്കും, അതുകൊണ്ട് ഒട്ടും നീ വിട്ടുകൊടുക്കരുത്. കുടുംബങ്ങൾ തകർന്നു. ഡൈവോഴ്സ് നോട്ടീസുകളുടെ കേദാരമായി. മറിച്ച് പറഞ്ഞു കൊടുത്തു. ഇന്നലത്തെ അമ്മ പറഞ്ഞു കൊടുത്തു, മോളെ, സ്നേഹത്തിലാണ് പുരുഷനെ നിലയ്ക്ക് നിർത്തുന്നത്. അവന്റെ ആരോഗ്യം നിന്റെ സ്നേഹത്തിലാണ്. അവന്റെ ആരോഗ്യത്തിലാണ് നിന്റെ പ്രജാതന്തുവിന്റെ ആരോഗ്യം. ആരോഗ്യമുണ്ടായിരിക്കുമ്പോൾ മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള പുരുഷനിൽ നിന്ന് മാത്രമേ ആരോഗ്യമുള്ള സന്താനം ഉണ്ടാവൂ. അതുകൊണ്ട് നിന്റെ വാക്കുകൾ നീ സൂക്ഷിക്കണം. നീ സ്നേഹിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നാളെ നീ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ലോകത്തിനും നിനക്കും ഭീഷണിയായിത്തീരും. പക്ഷെ വിഷയത്തെ ധ്യാനിച്ച സ്ത്രീയും പുരുഷനും ചരിത്രത്തിന്റെ ഈ ഗതീയത അറിഞ്ഞില്ല. വിഷയധ്യാനത്തിന്റെ അപകടം ധ്യായതോ വിഷയാൻ പുംസഹ സംഗസ്തേഷുപജായതേ സംഗാൽ സഞ്ജായതേ കാമ. ആ കാമത്തിലായിരുന്നു പുരുഷനും സ്ത്രീയും. കാമം കുതശ്ചിത് പ്രതിഹത ക്രോധ അഭിജായതേ എന്ന് ഭാഷ്യകാരനായ ശങ്കരൻ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാമം പ്രതിഹതമായാൽ അപ്പനെയും പട്ടിയെയും പിന്നെ തിരിച്ചറിയില്ല. Am I right? അതുകൊണ്ട് കാമത്തെ കുട്ടിക്കാലം മുതൽ വളർത്തരുത്. അർജുന, കാമം വളർന്നിരിക്കുന്ന ഒരുവന് ഭിക്ഷയെടുക്കാനാവില്ല. ഭിക്ഷയെടുക്കാൻ കഴിയണമെങ്കിൽ കാമമുണ്ടാകരുത്. ഭിക്ഷാന്തേഹി എന്ന് പറയുമ്പോൾ നിന്റെ ആഗ്രഹമല്ല കൊണ്ടുതരുന്നത്, നിന്റെ അർഹതയാണ് കൊണ്ടുതരുന്നത്. കാമത്തിന്റെ ഗതീയത, വിഷയധ്യാനം കാമത്തിലെത്തിക്കും, കാമം ക്രോധത്തിലെത്തിക്കും, ക്രോധം സമ്മോഹത്തിലെത്തിക്കും, വിവേകനാശത്തിൽ. സമ്മോഹം, വിവേകനാശം ഓർമ്മകളെ നശിപ്പിക്കും. രാവിലെ വന്ന് നിങ്ങളുടെ പാടത്തൊരുത്തൻ പണിയുന്നു. കഴിഞ്ഞ 15 കൊല്ലമായി നിങ്ങളുടെ പണിക്കാരനാണ്.
അവനാണ് അവിടെ ഉഴുതത്, അവനാണ് നെല്ല് വിതച്ചത്, അവനാണ് കൊയ്യാൻ കൂടിയത്, അവനാണ് ചുമന്നുകൊണ്ടെന്നത്, അവനാണ് മെതിച്ചുണങ്ങി പത്താഴത്തിലിട്ട് തന്നത്. അത് കുത്തിയ അരിയാണ് നിങ്ങളും പിള്ളേരും ഉണ്ണുന്നത്. അന്നം ഉൽപ്പാദിപ്പിച്ചവന അത് അവനാണ്. അവന്റെ മുഖത്ത് നോക്കി നിങ്ങളുടെ ഒരു ചെറിയ നഷ്ടത്തിന് ചീത്ത വിളിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ പോലും കേൾക്കാത്ത നിങ്ങളുടെ രക്തം അവൻ പറഞ്ഞാൽ കേൾക്കും. കാരണം ആ രക്തം അവന്റെ വേർപ്പുള്ള അന്നമാണ്. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് ഭരിക്കും. നിങ്ങൾ അവനെ ചീത്ത പറഞ്ഞ് 10 രൂപ ലാഭിച്ചേക്കാം. 50 രൂപ ആശുപത്രി കൊണ്ട് കൊടുത്താൽ നിങ്ങളുടെ രോഗം പോവില്ല. WBC കുറയും. 2000 ആയിരിക്കുന്നു WBC. പ്ലേറ്റ്ലെറ്റ് 20,000 ആയിരിക്കുന്നു. ഹീമോഗ്ലോബിൻ താന്ന് 6 ആയിരിക്കുന്നു. പലതരം മരുന്നുകൾ കൊടുത്ത് മാറാത്തിടത്ത് ഡോക്ടർ ഒന്നുകൂടെ നോക്കുന്നു, മാരോ ബ്ലാസ്റ്റ് കൂടിയിരിക്കുന്നു, 85% ഡോക്ടർ എഴുതുന്നു ALL, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ. ഹീമോ നോക്കാം. പശ്ചാത്താപപൂർവം പോയി വീഴണം. നിങ്ങൾ അന്നത്തെ നിന്ദിച്ചിരിക്കുന്നു. അന്നത്തെ നിന്ദിച്ചിരിക്കുന്നത് മോഹം കൊണ്ടാണ്, സ്മൃതിവിഭ്രമം കൊണ്ടാണ്, ഓർമ്മ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ അവനെ നിങ്ങൾ അറിയും. ഈ ഒരു പ്രത്യേക അവസ്ഥയ്ക്ക് വേണ്ടി മാത്രം പൂർവ്വകാലം മുഴുവൻ മറക്കില്ല. നിങ്ങൾ അച്ഛനെ മറന്ന്, അമ്മയെ മറന്ന്, സഹോദരങ്ങളെ മറന്ന്, ഈ ഭൂമിയുടെ പാരമ്പര്യങ്ങളെ മറന്ന്, അന്നത്തെ മറന്ന്, അന്നത്തിന് ശുങ്കമായ ജലത്തെ മറന്ന്, ജലത്തിന് ശുങ്കമായ അഗ്നിയെ മറന്ന് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു. അതെല്ലാമാണ് നിങ്ങളുടെ രോഗങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും. ഗീത ഇങ്ങനെ പഠിക്കണം. ശരി പോലെ ഉണ്ടോ? ശരി പോലെ ഉണ്ടോ? പക്ഷെ ഇങ്ങനെ പഠിച്ചാൽ ഈ ഗീത നിങ്ങൾ ഹിന്ദുക്കളുടെയും ജന്തുക്കളുടെയും ഒന്നുമല്ല, ഇത് സാർവലൗകികമാണ്. ഇതിന്റെ പ്രസക്തി വളരെ വലുതാണ്. ഇവിടെ വളരെ കൃത്യമായാണ് ദാർശനികമായി വ്യാസൻ അർജുനനെ വെച്ച് നൽകിയത്. ധ്യായതോ വിഷയാൻ പുംസഹ. ഒരു വിഷയധ്യാനം മതി വിവേകം പോകാൻ. പെട്ടെന്ന് എല്ലാം മറന്നു. സ്മൃതി നഷ്ടപ്പെട്ടാൽ ബുദ്ധി നശിക്കും. ബുദ്ധി നശിച്ചാൽ സർവനാശമുണ്ടാവും. ഇത് അർജുനന് മനസ്സിലായില്ലെന്ന് അർജുനൻ പറഞ്ഞ 3-ാം അധ്യായത്തിൽ. ഭഗവാൻ അതിനെ വേറൊരു ദിശയിൽ പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് ഉദാഹരണമായി പറഞ്ഞത്. അർജുനോട് ഭഗവാൻ പറഞ്ഞു, സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വമശവോസ്തിഷ്ഠ കാമതുഃഖ. വളരെ ഭംഗിയായിട്ടാണ് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ അർജുനനോട് അതിന്റെ സൂത്രവാക്യം പറഞ്ഞു. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്ത സംഘ സമാചര. അതൊക്കെ കഴിഞ്ഞിട്ടേ ഭിക്ഷ എടുക്കാൻ പറ്റുള്ളൂ. യജ്ഞാർത്ഥത്തിൽ നിന്ന് അന്യമായ കർമ്മങ്ങളാലാണ് 2-ാം അധ്യായത്തിൽ പറഞ്ഞ സംഘമുണ്ടാകുന്നത്, വിഷയധ്യാനമുണ്ടാകുന്നത്.
യജ്ഞത്തിൽ നിന്ന് അന്യമായ കർമ്മങ്ങൾ കൊണ്ടാണ് ലോകം കർമ്മത്തിൽ ബന്ധിച്ചിരിക്കുന്നത്. അയം ലോകഃ, ഈ ലോകം കർമ്മത്തിൽ ബന്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ യജ്ഞരൂപമായി കർമ്മത്തെ ചെയ്യുക. കാരണം ഈ ജഗത്ത് ജീവജാലങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്ന പ്രജാപതി യജ്ഞരൂപമായി സൃഷ്ടിച്ചിരിക്കുന്നു. ശാസ്ത്രം ഇതിനെ തകർക്കുകയുള്ളൂ. കശുവണ്ടി അതുകൊണ്ട് അടുത്ത പറമ്പിൽ വീഴണം. വാവലിനെ ആകർഷിക്കാൻ അതിന് മാങ്ങ ഉണ്ടാക്കി. മാമ്പഴം അതിൻ്റെ കായ അടുത്ത പറമ്പിൽ കൊണ്ടിട്ട് കിളുക്കണം. അതിന് നിങ്ങളെ ആകർഷിക്കാൻ അതിന് പുറത്ത് മാംസളമായതുണ്ടാക്കി. മുന്തിരിങ്ങ അതിനകത്ത് കുരു വെച്ചു. നിങ്ങൾ തിന്നിട്ട് പറമ്പിൽ എവിടെയെങ്കിലും പോയി കക്കൂസി പോയാൽ അവിടെ കിളുകും. തൈ ഒരു തുടുത്ത തക്കാളിക്ക തിന്നിട്ട് പറമ്പിൽ പോയി കക്കൂസി പോയാൽ 100 തൈ കിളുക്കും. പ്രകൃതി ഇങ്ങനെ കൃത്യമായി ഉണ്ടാക്കി വെച്ചു ഓരോന്നിനെയും. സസ്യങ്ങൾ ഭൂമിയിലുള്ള കാർബൺ ഡയോക്സൈഡിനെ ഇലയിൽ വലിച്ച് അത് മുഴുവൻ ഓക്സിജനാക്കി രൂപാന്തരപ്പെടുത്തി നിങ്ങൾക്കും എനിക്കും സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ശ്വസിക്കാൻ. അതിൻ്റെ ബാക്കി പത്രമായി വന്ന സ്റ്റാർച്ച് ആഹാരവുമായി ലോകത്തിനു വേണ്ടുന്ന അന്നം മുഴുവൻ സസ്യങ്ങളുണ്ടാക്കി. പ്രാണവായു മുഴുവൻ സസ്യങ്ങളുണ്ടാക്കി. യജ്ഞരൂപമായി സസ്യത്തിൽ നിന്ന് ജന്തുക്കൾ സന്തുഷ്ടമായി. ആ ജന്തുക്കൾ ഓരോന്നും മറ്റു ജന്തുക്കൾക്ക് സഹായകങ്ങളായി. ജീവജാലങ്ങൾ ഇങ്ങനെ സഹവസിക്കുമ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ ഇതിൻ്റെ താളം തെറ്റിക്കണമെന്ന് ആഗ്രഹിച്ചു. അവിടെയാണ് ഭൗതിക ശാസ്ത്രങ്ങളുടെ ആഗമനം. എന്തിനായി കുമ്പളങ്ങയ്ക്കകത്ത് കുരു? കാശുകാരിയായ ഞാൻ കൊണ്ടുവന്നത് അരിയുമ്പോൾ കുരു ഇല്ലാതിരുന്നിരുന്നെങ്കിൽ വെട്ടി നുറുക്കി അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. മനസ്സിലായില്ല? കുരുവുള്ള കുമ്പളങ്ങ ഉടേ തമ്പുരാന് വിവരമില്ല. കുരുവുള്ള മുന്തിരി ബസ്സേ പോകുമ്പോൾ എങ്ങനെ തിന്നും? കുരു തുപ്പാൻ പറ്റൂല. അതുകൊണ്ട് കുരു ഇല്ലാതെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അങ്ങ് തിന്നാ മതിയായിരുന്നു. സീഡ്ലെസ്. ശരിയല്ല, ശരിയല്ല. ശാസ്ത്രജ്ഞൻ നിങ്ങളുടെ ആഗ്രഹത്തിന് പണിയെടുത്തു. അവൻ ലാബറട്ടറിയിൽ കെമിക്കലുകൾ ഉണ്ടാക്കി. അത് തളിച്ചു. മുന്തിരിങ്ങയുടെ കുരു കളഞ്ഞു, വെണ്ടയ്ക്കയുടെ കുരു കളഞ്ഞു, വെള്ളരിക്കയുടെ കുരു കളഞ്ഞു. സീഡ്ലെസ് ഉണ്ടാക്കി. കുറെ അന്ധക വിത്തുകളും ഉണ്ടാക്കി. നിങ്ങളുടെ പിള്ളേര് തിന്നു. അവരുടെ സീഡും ഈ കെമിക്കൽ ദൂരെ കളഞ്ഞു. 40% വന്ധ്യതയാണ് കേരളം ഇന്ന് നേരിടുന്നത്. എൻ്റെ കണക്കല്ല, സ്ഥിതിവിവര കണക്ക്. 40% വന്ധ്യത മാത്രമല്ല, ഒരൊറ്റ കുടുംബത്തിൽ സ്ത്രീയെ പുരുഷന് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. ഒരു വിവാഹം കഴിച്ചിട്ട് പോലും. ഡൈവോഴ്സ് നോട്ടീസുകളുടെ പ്രളയമാണ്. ശാസ്ത്രം ഇനിയും പുരോഗമിക്കും. ഇനി എങ്ങോട്ടാണാവോ വളരുന്നത് നിശ്ചയമില്ല. ഇത് മുഴുവൻ കാമനയിൽ നിന്നാണ്. കാമനയുടെ വളർച്ചയ്ക്ക് വിപരീതമായാണ് ഇത് പഠിപ്പിച്ചത്. അർജുന, യജ്ഞത്തിൽ നിന്ന് അന്യമായ എല്ലാ കർമ്മവും ബന്ധമുണ്ടാകും. അതുകൊണ്ട് തദർത്ഥം, യജ്ഞാർത്ഥം നീ കർമ്മം ചെയ്യുക. എന്നിട്ട് നീ മോചനം നേട്, മോക്ഷം നേട്. അന്നാത് ഭവന്തി ഭൂതാനി. അന്നം കൊണ്ടാണ് ഈ ജീവജാലങ്ങൾ മുഴുവൻ ഉണ്ടായത്. അതാ ഞാൻ മുമ്പ് ഉദാഹരണം പറഞ്ഞത്. അന്നമുണ്ടായത് പർജന്യനിൽ നിന്നാണ്. പർജന്യനുണ്ടായത് യജ്ഞത്തിൽ നിന്നാണ്, അഗ്നിയിൽ നിന്നാണ്. യജ്ഞത്തിനർത്ഥം അഗ്നി. അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി അല്ലെങ്കിൽ അന്നം.
അതുകൊണ്ട് മനുഷ്യനിൽ വൈശ്വാനരൻ എന്ന അഗ്നിയെയും കടലിൽ ബടവാഗ്നി എന്ന അഗ്നിയെയും സൂര്യനിൽ തേജസ് എന്ന അഗ്നിയെയും അഗ്നിയിൽ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന അഗ്നിയെയും ജീവന്റെ ആദിമരൂപമെന്ന് കണ്ട് യജ്ഞരൂപനായ ആ അഗ്നിക്കായി കൊണ്ടായിരിക്കട്ടെ നിന്റെ കർമ്മങ്ങളെങ്കിലും. യജ്ഞം കർമ്മസമുദ്ഭവമാണ്. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈഹി പുഞ്ചതേ തകം പാപ ഏ ഭജന്ത്യാത്മകാരണാത്. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയ അഘായുഃ ഇന്ദ്രിയാരാമഃ മോഘം പാർത്ഥ സജീവതി. ഈ യജ്ഞരൂപനെയാണ് അർജുനന് മുഖാമുഖം കാണിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത്. ഭഗവത്ഗീതയുടെ ലക്ഷ്യം ഈ യജ്ഞരൂപനാണ്.